Low vision aids. Low vision aids are devices which help people to improve his or her residual visual performance. Low vision patientsile visual performance improve ചെയ്യിപ്പിക്കാനായി ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസസ് ആണ് low vision aids. Low vision aids may make things larger, brighter, clearer and then may improve contrast, but generally all low vision aids make it easier to see something by magnifying it to the level one can see. Low vision aids എന്ന് പറയുമ്പോൾ അതൊരു ഒബ്ജക്റ്റിനെ ലാർജർ ആൻഡ് ബ്രൈറ്റർ ക്ലിയറർ ആക്കും ആൻഡ് ഓൾസോ കോൺട്രാസ്റ്റ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ബട്ട് ജനറലി ലോ വിഷൻ പേഷ്യൻസിന് ഒരു ഒബ്ജക്റ്റിനെ കാണാവുന്ന ലെവലിലേക്ക് മാഗ്നിഫൈ ചെയ്യുക എന്നുള്ളതാണ് ലോ വിഷൻ എയ്ഡ്സ് ചെയ്യുന്നത്. ടൈപ്സ്. ലോ വിഷൻ എയ്ഡ്സ് മെയിൻലി രണ്ട് ടൈപ്പാണുള്ളത്, ഒപ്റ്റിക്കൽ, നോൺ ഒപ്റ്റിക്കൽ ഡിവൈസസ്. ഒപ്റ്റിക്കൽ ഡിവൈസസിൽ വരുന്നതാണ് മാഗ്നിഫൈങ് സ്പെക്ടക്കിൾസ്, ഹാൻഡ് മാഗ്നിഫയർ, സ്റ്റാൻഡ് മാഗ്നിഫയർ ആൻഡ് ടെലസ്കോപ്പ്. നോൺ ഒപ്റ്റിക്കൽ ഡിവൈസസിൽ വരുന്നതാണ് റീഡിംഗ് ലാമ്പ്, റൈറ്റിംഗ് ഗൈഡ്, സിഗ്നേച്ചർ ഗൈഡ് ആൻഡ് നോട്ടെക്സ് എക്സെട്ര. The devices to improve the visual function in low vision patients without having any optical properties are called non-optical devices. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ ലോ വിഷൻ പേഷ്യൻസിൽ വിഷ്വൽ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്ന ഡിവൈസസ് ആണ് നോൺ ഒപ്റ്റിക്കൽ ഡിവൈസസ്. എന്തിന്റെ എല്ലാം ബേസിസിലാണ് നമ്മൾ ഒരു ലോ വിഷൻ എയ്ഡ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സെലക്ഷൻ ഓഫ് ഡിവൈസ്. ഏജ് ഓഫ് ഓൺസെറ്റ് ഓഫ് ഡിസീസ്. ലോ വിഷൻ നമുക്ക് കൺജനിറ്റലിയും വരാം ആൻഡ് അക്വയർലിയും വരാം. സോ അപ്പോൾ അതിന്റെ ബേസിസിലും കൂടിയാണ് നമ്മൾ ഒരു ഡിവൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അക്വയർലി ആണ് ഈ ഒരു ലോ വിഷൻ സംഭവിച്ചിരിക്കുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് നമ്മൾ കൂടുതൽ കൗൺസിൽ ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും. ഐ പാത്തോളജി, കാറ്ററാക്ട്, ഒപ്പാസിറ്റീസ്, എഡീമ പോലുള്ള കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്ലെയർ പ്രോബ്ലംസും വിഷ്വൽ ഫീൽഡ് ലോസ് ഒക്കെ ഉണ്ടായിരിക്കാം. സോ അതിന്റെ എല്ലാം ബേസിസിലായിരിക്കണം നമ്മളൊരു ഡിവൈസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ടൈപ്പ് ഓഫ് ഫീൽഡ് ഇഫക്റ്റ്. വിഷ്വൽ ഫീൽഡ് ലോസ് സെൻട്രലിയും വരാം, പെരിഫറലിയും വരാം. അതിന്റെ ബേസിലും കൂടി ആയിരിക്കും നമ്മൾ ഈ ഒരു ഡിവൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ ആൻഡ് ഒക്യുപേഷണൽ ഡിമാൻഡ്സ്. പേഷ്യന്റ് എഡ്യൂക്കേറ്റഡ് ആണോ, പേഷ്യന്റ് ഇപ്പോൾ ജോബ് ചെയ്യുന്നുണ്ടോ, നിയർ വർക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടോ, പേഷ്യന്റിന്റെ വിഷ്വൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ ഒക്കെ ബേസിലും കൂടി ആയിരിക്കും നമ്മൾ ഈ ഒരു ഡിവൈസ് എടുക്കുന്നത്. കോസ്റ്റ് ഓഫ് ദ ഡിവൈസ്. വിഷ്വൽ എയ്ഡ്സ് മെയിൻലി വളരെ എക്സ്പെൻസീവ് ആണ്. സോ നമ്മൾ ആ ഒരു വിഷ്വൽ എയ്ഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഒപ്റ്റിക്കൽ കൺസിഡറേഷൻ ഓഫ് സെലക്ടിങ് ദ ഡിവൈസ്. പേഷ്യന്റിന്റെ വർക്കിംഗ് ഡിസ്റ്റൻസ്, വർക്കിംഗ് സ്പേസ്, പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഇലുമിനേഷൻ, ഇതിന്റെയൊക്കെ ബേസിസിലായിരിക്കണം നമ്മൾ ഈ ഒരു ഡിവൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഡിസ്പെൻസിങ് ആൻഡ് പ്രിസ്ക്രൈബിംഗ് ആസ്പെക്ട്. ലോ വിഷൻ എയ്ഡ്സിന്റെ ഡിസ്പെൻസിങ്ങിലും പ്രിസ്ക്രൈബിലും വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് മാഗ്നിഫിക്കേഷൻ ട്രയൽ. ലോ വിഷൻ എയ്ഡ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് മാഗ്നിഫിക്കേഷൻ. പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. മാഗ്നിഫിക്കേഷൻ. It is a process of enlarging something only in appearance, not a physical size, denoted by x. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിനെ എൻലാർജ് ചെയ്ത് കാണിക്കുക, അതിന്റെ ഫിസിക്കൽ സൈസിൽ ഡിഫറൻസ് ഒന്നും വരാതെ അതിന്റെ അപ്പിയറൻസിൽ അതിനൊന്ന് എൻലാർജ് ചെയ്ത് കാണിക്കുന്നതിനാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. m is equal to d/4. m is for magnification and d for dioptric power. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതിൽ d എന്ന് പറയുന്നത് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഒരു പവർ ആണ്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ m is equal to 16/4. ഇവിടെ 16 എന്ന് പറയുന്നത് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഒരു പവർ ആണ്. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 4x ആയിരിക്കും. അപ്പോൾ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 4x ആണ്. നെക്സ്റ്റ് ആണ് പ്രിസ്ക്രിപ്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസ്. മാഗ്നിഫിക്കേഷൻ ട്രയൽ കഴിഞ്ഞാൽ പേഷ്യന്റിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസിനെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ട്രെയിനിങ് ടു യൂസ് അപ്രോപ്രിയേറ്റ് ലോ വിഷൻ എയ്ഡ്. സെലക്ട് ചെയ്തിട്ടുള്ള ലോ വിഷൻ എയ്ഡിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ പേഷ്യന്റിന് കൊടുത്തിരിക്കണം. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ആൻഡ് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. കൗൺസിലിംഗ് ആൻഡ് മോട്ടിവേഷൻ. ചില പേഷ്യൻസ് ഈ ഒരു ഡിവൈസ് പ്രോപ്പർലി യൂസ് ചെയ്യണമെന്നില്ല. സോ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക ആൻഡ് ഈ ഒരു ഡിവൈസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുക. പീരിയോഡിക് ഫോളോ അപ്പ്. അങ്ങനെ ഒരു വിഷ്വൽ എയ്ഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വിഷ്വൽ എയ്ഡ് നല്ല കംഫർട്ടബിൾ ആണോ, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ ആൻഡ് പ്രോഗ്രഷൻ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേഷ്യന്റിന് നമ്മൾ ഒരു പീരിയോഡിക് ഫോളോ അപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക.